സൂര്യകിരണം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി നിജിത്. കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനും ഒരു ബലപരീക്ഷണമാണ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്. തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ ക്ഷീണത്തിലാണിന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ 2019 നേടിയതുപോലെ വലിയൊരു വിജയം തന്നെ വേണം അവർക്കിന്ന് അണികൾ കൊഴിഞ്ഞു പോകാതെ പാർട്ടിയെ സംരക്ഷിക്കുവാൻ. ദേശീയ തലത്തിൽ പല പാർട്ടികളിലെ തലമുതിർന്ന പല നേതാക്കന്മാരാണ് ഇതുവരെ BJPയിലേക്ക് പോയത്. കേരളത്തിൽ നിന്നും അബ്ദുള്ളക്കുട്ടിയൊഴികെ മറ്റൊരു പ്രമുഖ നേതാവും BJPയിലോട്ട് പോകാൻ മടി കാണിക്കുന്നതിന്റെ പ്രധാന കാരണം കേരളത്തിൽ ഒരിക്കലും BJPക്ക് വളരാൻ കഴിയില്ലെന്ന ധാരണയിലായിരുന്നു. എന്നാൽ പഴയതുപോലെയല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാട് മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന BJP അല്ലിന്ന്. അവരിന്ന് ഉത്തരേന്ത്യയെ പോലെ തന്നെ ദക്ഷിണേന്ത്യയിലേക്കും കടന്നുവന്ന് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാവുകയാണെങ്കിൽ ഭാവിയിൽ അത് BJPയുടെ വലിയൊരു കുതിപ്പിന് തന്നെ വഴി തെളിയിച്ചേക്കും. അങ്ങനെയെങ്ങാനും വരികയാണെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം കേരളത്തിലും ഉടലെടുക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് സ്വപ്നം കാണുന്ന BJP ഇവിടെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കിയെടുത്ത് ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒപ്പം കൂട്ടി ഭരണം പിടിച്ചെടുക്കാനുള്ള കണക്കുകൂട്ടലുകളാണ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ തകരാതെ നോക്കാൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളും മറ്റു മതേതര ചിന്താഗതിയുള്ളവരും ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ചിന്തിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിൽ ഇത്തവണ കോൺഗ്രസിന്റെ വിധി നിർണയിക്കുക. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു തിരഞ്ഞെടുപ്പ് വാർത്തയുമായി നാളെ വീണ്ടും വരാം.